പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കപ്പ കൃഷിയുടെയും വാഴയുടെയും പിന്നെ ഒരു പ്രിസിഷൻ ഫാമിങ്ങിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ആണെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസം പ്രായമായ കപ്പയുടെ ഒരു വളർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. കാരണം നേരത്തെ ചെയ്തേക്കുന്ന കപ്പയുടെ കണ്ടമാനം പുല്ലരച്ചതുകൊണ്ട് നമ്മളിവിടെ മൾച്ചിങ് ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾച്ചിങ് ഷീറ്റ് ഇങ്ങനെ ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ വിരിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ മന്ത്ലി നമ്മൾ കപ്പ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ഒരു മാസം പ്രായം ഉള്ള കപ്പയാണത്. ഇപ്പോൾ ഇങ്ങോട്ട് പോകാൻ നേരത്ത് നമുക്ക് കാണാം, ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ കാനകളുടെ ഇടയ്ക്ക് കണ്ടമാനം പുല്ലരച്ചേക്കുന്ന കണ്ടിട്ട് ഇതുപോലെ പുല്ല് വാരത്തിലേക്കും കയറി പതിവായിരുന്നു ഈ ഷീറ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കപ്പ മാത്രമല്ല, ഒരു സ്ട്രെച്ച് കുറേ ഏരിയ വാഴ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നിടത്ത് തന്നെ ഷീറ്റ് കുറച്ച് മാറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനാണ് ഈ ഇൻലൈൻ ഡ്രിപ്പ് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാട്ടർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വെഞ്ചുറി വെച്ചിട്ട് വെള്ളമൊക്കെ ഇതിലൂടെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പൈപ്പ് ലൈനാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിൽ നമ്മൾ പച്ചക്കറിയും കപ്പയും വാഴയുമായിട്ട് കൃഷി ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലം ഒരുക്കിയിരിക്കുന്നത് ആവശ്യത്തിനല്ല, നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്ത് കുമ്മായൊക്കെ ഇട്ട് മെരുക്കിയ മണ്ണാണ്. ഇപ്പോൾ കോഴിവളമാണ് ഇതിൽ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത്. കോഴിവളം ഏകദേശം ഒരു 250 ചാക്ക് കോഴിവളം ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ പ്ലോട്ടിലേക്കും മുഴുവനായിട്ട്. അപ്പോൾ അതിൽ ഷീറ്റിട്ട് വെച്ചേക്കുകയാണ്. ഇപ്പോൾ ഒന്ന് കമ്പോസ്റ്റ് ആവും, പിന്നെ കുമ്മായോട്ട് മണ്ണിനെ ഒന്ന് അതിൻ്റെ പുളിപ്പൊക്കെ മാറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് ഈ ഷീറ്റിൻ്റെ അടിയിലുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു ഏരിയയിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ വേറെ ഭാഗത്ത് കപ്പ കൃഷി ചെയ്തേക്കുന്നത്. ഈ കൃഷി ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം പ്രായമായ കപ്പയുടെ വളർച്ചയാണ് ഇപ്പോൾ കണ്ടത്. ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഈ പുല്ലരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം അവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കണ്ടമാനം പുല്ലിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എഫോർട്ട് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇത് ഒരു 3 മാസം വളർച്ചയുള്ള കപ്പയാണ് ഈ സെക്ഷനിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ അടിവളം ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പ നട്ടു. പിന്നീട് അതിന് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു വളവും കൂടി കൊടുത്ത് മണ്ണ് ഇട്ട കപ്പയാണത്. ഇതൊരു 3 മാസം പ്രായമുള്ള കപ്പയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 4 മാസം പ്രായമുള്ള കപ്പയാണത്. അപ്പോൾ ഇതും 2 വളം ഒക്കെ കൊടുത്ത് നിർത്തിയേക്കുന്ന കപ്പയാണ്. ഇതിൻ്റെ അകത്തൊക്കെ കണ്ടമാനം പുല്ലരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് പുല്ലൊക്കെ പറിപ്പിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് പുല്ലൊക്കെ ഇരച്ച് കഴിഞ്ഞാൽ എലിയുടെ ശല്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു 5 മാസം പ്രായമായ കപ്പയാണ്. ഇതാണ് നമ്മുടെ പ്ലോട്ടിൽ നിൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കപ്പ. ഇതൊരു 5 മാസം കൂടി കഴിഞ്ഞത് വിളവെടുക്കാറാവും. ഇതിൻ്റെ വിളപ്രയോഗങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇതിൻ്റെ ഒരു ഏരിയ കാറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പ്രൂൺ ചെയ്താലും വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. പറിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിൽ കാണുമെന്ന് വിചാരിക്കാം. കാലാവസ്ഥയുടെ ഒരു വികൃതികളെ. അങ്ങനെ കപ്പയുടെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇപ്പോൾ പുതിയ പച്ചക്കറികളൊക്കെ നടാൻ നേരത്തെ അതിൻ്റെ വീഡിയോസൊക്കെ വേറെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നമ്മളെ ഇത് ആറ്റുനേന്ദ്രൻ ഇനത്തിൽപ്പെട്ട വാഴയാണ് ഇവിടെ വെച്ചിരുന്നത്. അതിലൊക്കെ ഒരു കുലയുണ്ടായിട്ടുണ്ട്, കുലച്ചു തുടങ്ങിയത്. അപ്പോൾ വേറെ 1-2 വാഴ അവിടെ കുലച്ച് നിൽക്കുന്നുണ്ട്. അതും ആറ്റുനേന്ദ്രൻ തന്നെയാണ്. അത് ഈ പരുവത്തിൽ നിൽക്കുമ്പോൾ
ഇതിൻ്റെ ഇലയൊക്കെ വെട്ടിക്കളയാറായിട്ടുണ്ട്. ഈ കരിഞ്ഞ ഇലകളൊക്കെ വാഴയുടെ മാറ്റണം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളത് വേണ്ട ചെല്ലി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം ഈ ജെല്ല് പോലിരിക്കുന്നത് ചെല്ലിയുടെയാണ്. ഇത് ഈ ഇല വെട്ടിക്കളഞ്ഞിട്ട് വാടി നിൽക്കുന്ന ഇലയെല്ലാം മുറിച്ച് കളഞ്ഞ് അതിന് മരുന്നടിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് ഈ പിണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ വാഴയുടെ പിണ്ടി ഒടിയുകയും അതുപോലെ തന്നെ കുല നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ കൃഷിയുടെ. ഇനി പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. പുതിയ പച്ചക്കറികളൊക്കെ ചെയ്യാൻ നേരത്തെ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അത് കാണുക, ആനന്ദിക്കുക, സന്തോഷിക്കുക. ബൈ.